അവളുടെ കാലടികൾ പതിഞ്ഞ മണ്ണിൽ അപരാഹ്നത്തിൻ്റെ വെയിൽ വീണു കിടന്നു. ഈ വെയിലാറി പാതയിൽ പറങ്കിമാവുകളുടെ നിഴൽ വീണു തുടങ്ങുമ്പോൾ അവൾ മടങ്ങി വരും. ആ മുഖത്ത് ക്ഷീണമുണ്ടാവും. അവളുടെ കണ്ണുകളിലെ കൺമഷി പരന്നിട്ടുണ്ടാവും. പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് സാഹിത്യ നിരൂപകൻ KP അപ്പൻ വിശേഷിപ്പിച്ച T പത്മനാഭൻ്റെ ഗൗരി എന്ന കഥ വായിച്ച കാലത്ത് തൻ്റെ പ്രണയത്തിനും ജീവിതത്തിൻ്റെ തീച്ചൂടിനുമിടയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയെ ഓർത്തെടുക്കുകയാണ് എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ്. ഇങ്ങനെ താൻ വായിച്ച പുസ്തകങ്ങളും കഥകളും കഥാപരിസരങ്ങളും കഥാപാത്രങ്ങളുമൊക്കെ തന്നെ സ്വാധീനിക്കുകയും തൻ്റെ ജീവിതത്തെയും അനുഭവങ്ങളെയും മാറ്റിമറിക്കുകയും ചെയ്തതിനെക്കുറിച്ച് എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് ഓർത്തെടുക്കുന്ന വായനോന്മാദത്തിൻ്റെ ഭൂകമ്പങ്ങളാണ് ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ആമുഖം തന്നെ നോക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വായിക്കാൻ പോകുന്നത് ഒരു കൂലിപ്പണിക്കാരനെ മലയാള സാഹിത്യം എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നതിൻ്റെ ചെറിയ വിവരണമാണ്. മലയാള ഭാഷ എഴുതാനും വായിക്കാനും തനിയെ പഠിച്ച 8ാം ക്ലാസ് തമിഴ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരുവനെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കഥയിൽ നിന്നിറങ്ങി അവരുടെ കഥാപാത്രങ്ങൾ എൻ്റെ കൈവിരൽ പിടിച്ച് നടന്നിട്ടുണ്ട്. അവരെൻ്റെ രാത്രികളെ അശാന്തമാക്കിയിട്ടുണ്ട്. മോചനമില്ലാത്തൊരു കുരുക്കായി എന്നെ നായാടിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വാർഡിൽ ചിന്തകളുടെ വ്യാകരണം തെറ്റിയ നിസ്സഹായരായ മനുഷ്യരെ കണ്ട മുഹമ്മദ് അബ്ബാസ് എന്ന മനുഷ്യൻ. തമിഴും തിരുക്കുറളും ചിലപ്പതികാരവും താമരക്കുളങ്ങളും നെൽപ്പാടങ്ങളും മാരിയമ്മൻ കോവിലുകളുമൊക്കെ നഷ്ടമായ പോലെ തനിക്ക് തൻ്റെ പാട്ടിയമ്മയെയും നഷ്ടമായി എന്നെഴുതുന്ന മുഹമ്മദ് അബ്ബാസ്. പലതിനും ധൃതി പിടിക്കുന്ന നമ്മൾ മുൻപിലെ ആകാശം നഷ്ടമാവുമ്പോഴാണ് ജീവിക്കാനായി ഓടിയ ഓട്ടങ്ങളെ ഓർത്ത് അവയുടെ നിരർത്ഥകതയെ ഓർത്ത് അന്തിച്ചു നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന മുഹമ്മദ് അബ്ബാസ്. അളവുകോലുകൾ തികയാതെ വരുന്ന ആകാശങ്ങളാണ് ഓരോ മനുഷ്യനുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എഴുത്തുകാരൻ. ആത്മഹത്യാ മുനമ്പിലും സൈക്യാട്രിക് വാർഡിലും ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലും തൻ്റെ കൂടെ വന്ന പുസ്തകങ്ങളെ ഓർമ്മിച്ചെഴുതുകയാണ് മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ ഈ പുസ്തകത്തിലൂടെ. അയാളുടെ ഉന്മാദത്തിന് മരുന്നായ പുസ്തകങ്ങൾ, അയാളുടെ ഏകാന്തതകളിലേക്ക് കൂട്ടുവന്ന അക്ഷരങ്ങൾ, പാളത്തിൽ വെച്ച പന്തുപോലെ ചിതറിത്തെറിച്ച മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഉയിരും ഉടലും വെന്ത പെണ്ണുങ്ങളുടെ കഥകൾ. മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥ ഒരു ജീവിത സന്ദർഭമായി മുഹമ്മദ് അബ്ബാസിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി വന്നത് എന്ന് ഈ പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തും. അതുപോലെ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ തൻ്റെ അവസാന ശ്വാസം വരെ യജമാന സ്നേഹത്തിൽ കുരുങ്ങിക്കിടന്ന് തന്നെ രക്ഷിക്കാൻ തൻ്റെ യജമാനൻ വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ നായയെപ്പോലെ പൂർണ്ണമായും നഷ്ടമായെന്നുറപ്പുണ്ടായിട്ടും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില സ്നേഹങ്ങളെ കൂടി കോറിയിടുന്നുണ്ട് തൻ്റെ ജീവിതത്തെയും പ്രകൃതിയെയും തനിക്ക് ചുറ്റിലുമുള്ള മനുഷ്യരെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് അബ്ബാസ്. കാറ്റുപാറക്കുന്നും അവിടെ പെയ്ത മഴയും ഇരുട്ടുമെല്ലാം എഴുത്തുകാരൻ്റെ ഓർമ്മയിൽ ഉള്ളപ്പോഴും ആ ഓർമ്മകളെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ ഉച്ചവെയിൽ കാലങ്ങളെ പൂർണ്ണമാക്കാൻ കുന്നുകയറി അയാളുടെ കൂടെ പോന്ന അക്ഷരങ്ങൾ, ആ ഓർമ്മകളെ കോറിയിടുമ്പോൾ അവിടെ OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥ തെളിഞ്ഞു വരുന്നു. കടൽ തീരത്ത് എന്ന കഥ എന്നെ വായിക്കുകയായിരുന്നു എന്നാണ് എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നത്. നോക്കൂ, ഒരു കഥ അത് വായിക്കുന്ന വായനക്കാരനെ വായിച്ചെടുക്കുന്ന ആ അനിർവചനീയത എന്തുമാത്രം ഭംഗിയുള്ളതാണ്. സ്വന്തം മകൻ്റെ ശവം സംസ്കരിക്കാൻ പോലും പണമില്ലാതെ നിസ്സഹായരായി പോകുന്ന നിരവധി അച്ഛന്മാരെ വേദനയോടുകൂടി ഈ പുസ്തകവും സ്മരിക്കുന്നുണ്ട്. അങ്ങനെ OV വിജയൻ അയാളുടെ മൗനം കൊണ്ട് പൂരിപ്പിച്ച ജീവിതങ്ങളെ മുഴുവൻ നമ്മൾ വായനക്കാർക്കു വേണ്ടി മുഹമ്മദ് അബ്ബാസ് ഈ പുസ്തകത്തിലൂടെ തുറന്നിടുന്നു.
ഈ എഴുത്തുകാരനെ സ്വാധീനിച്ചതായി പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഓരോ പുസ്തകവും എങ്ങനെയാണ് മുഹമ്മദ് അബ്ബാസിലേക്ക് എത്തിയത് എന്ന കഥ നമ്മളെ ഒരേ സമയം വേദനിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീക്ക് അവർ ചെയ്ത ജോലിക്ക് പ്രതിഫലമെന്നോണം ഒരാൾ വെച്ചു നീട്ടിയ ഒരു ബഷീറിയൻ പുസ്തകം എങ്ങനെയാണ് 14കാരനായ ഹോട്ടലിലെ എച്ചിൽ മേശകൾ തുടക്കുന്ന ജോലി ചെയ്യുന്ന മുഹമ്മദ് അബ്ബാസ് എന്ന ആ ചെറിയ പയ്യനിലേക്ക് എത്തിച്ചേർന്നത് എന്ന കഥ നമ്മൾ വായിച്ചറിയുമ്പോൾ ആ ജീവിതത്തിൻ്റെ പൊള്ളലിൽ നമ്മളും ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു കഥയ്ക്ക് അതെഴുതുന്ന വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്ന പരിസരങ്ങളെയൊക്കെ അതിജീവിച്ച് എത്രമാത്രം ദൂരം സഞ്ചരിക്കാനാവും എന്നതിൻ്റെ കൂടി തെളിവാണ് ഈ പുസ്തകത്തിലെ ഓരോ കുറിപ്പുകളും. അക്ഷരങ്ങളിൽ നിന്നിറങ്ങി ഒരു കഥ നടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വഴികളാണ് ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ എന്ന പുസ്തകം. കൂടാതെ മുഹമ്മദ് അബ്ബാസ് എന്ന വ്യക്തിയുടെ ഓർമ്മകളെയും ജീവിതത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണികളായി ഇവിടെ NS മാധവനും ടി പത്മനാഭനും കാരൂരും തകഴി ശിവശങ്കരപ്പിള്ളയും ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവും മുണ്ടൂർ കൃഷ്ണൻകുട്ടിയും MT വാസുദേവൻ നായരും ഒക്കെ കഥകളിലൂടെ ജനിക്കുന്നു. ഈ വരികൾക്കിടയിൽ ഉന്മാദികളുടെ പെരും ചിലമ്പാട്ടം കേൾക്കാം. മഹാനഷ്ടങ്ങളിൽ ആ മൂന്നാമതൊരാളുടെ കാൽപ്പെരുമാറ്റം കേൾക്കാം. നിസ്സഹായരായ അവധൂതരെ കാണാം. പുകഞ്ഞുമാഞ്ഞ കാലങ്ങളെ കണ്ടെത്താം. ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം കാറ്റുപാറക്കുന്നിലെ കടൽ തീരത്ത് എന്ന കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കടൽ തീരത്ത് എന്ന കഥ OB വിജയൻ എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വെള്ളായി അപ്പൻ വെയിലത്തലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ച് കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായി അപ്പൻ പൊതിയഴിച്ചു. വെള്ളായി അപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. കഥ വായിച്ചു തീർന്ന് പുസ്തകം അടയ്ക്കുമ്പോൾ എൻ്റെ ശ്വാസത്തിൻ്റെ ഗതി മാറിയത് ഞാൻ അറിഞ്ഞു. ദൂരെ ഇരുട്ടിൽ വയനാടൻ മലകൾക്ക് മുകളിൽ കറുത്ത ആകാശത്തിൽ വെളുത്ത അക്ഷരത്തിൽ വെള്ളായി അപ്പൻ എന്നെഴുതി വെച്ചത് ഞാൻ വായിച്ചു. ആ വെളുപ്പിൽ നിന്ന് ചോര പൊടിഞ്ഞ് താഴേക്കിറ്റുന്നതും അത് മടപ്പള്ളിപ്പുഴയെ ചുവപ്പിക്കുന്നതും ഞാൻ കണ്ടു നിന്നു. മലയാളത്തിൽ ലോകോത്തര നോവലുകളില്ലായിരിക്കാം, പക്ഷേ കഥകളുണ്ട്. ഏത് ലോകകഥയുടെ മുൻപിലും OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയെ നമുക്ക് അഭിമാനത്തോടെ കൊണ്ടു നിർത്താം. പ്രിയപ്പെട്ട ഇതിഹാസകാര, ഈ കഥയിൽ താങ്കൾ എഴുതി ചേർത്തതും വിട്ടുകളഞ്ഞതുമായ ഓരോ വാക്കിനും നന്ദി.